നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത്തവണത്തെ മികച്ച താരത്തിനുള്ള പുരസ്കാരം ഗ്ലോബ് സോക്കർ അവാർഡ് ഇതാ എർലിംഗ് ഹാലൻഡിന് ലഭിച്ചിരിക്കുന്നു. മികച്ച പ്രകടനമാണ് അദ്ദേഹം പോയ സീസണിൽ നടത്തിയിട്ടുള്ളത്, പോയ വർഷം നടത്തിയിട്ടുള്ളത്. ആ നേട്ടങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ യുവ സൂപ്പർ താരത്തിന് അവാർഡ് സമ്മാനിച്ചിരിക്കുകയാണ്. കുറച്ച് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടത് ഫിഫ ബെസ്റ്റില് അദ്ദേഹത്തിന് അവാർഡ് ലഭിക്കാതെ പോയതാണ്. ലിയോ മെസ്സിക്കൊപ്പം വോട്ടിങ്ങിൽ ഒരേപോലെ വന്നതാണ്. പക്ഷെ പിന്നെ ടൈ ബ്രേക്കറിൽ കൂടുതൽ ദേശീയ ടീമിന്റെ നായകന്മാർ ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട് കൊടുത്തു എന്നതിന്റെ പേരിലാണ് മെസ്സിക്ക് അവാർഡ് ലഭിച്ചത്. ഇപ്പോഴിതാ മെസ്സിയെയും ക്രിസ്ത്യാനോ റൊണാൾഡോയെയും അതുപോലെ വിനി ജൂനിയറിനെയും മുഹമ്മദ് സലായെയും ഒക്കെ പിന്തള്ളിക്കൊണ്ട് ഗ്ലോബ് സോക്കർ അവാർഡ് എർലിംഗ് ഹാലൻഡ് സ്വന്തമാക്കുന്നു. ഇതിന്റെ ഫൈനൽ നോമിനേഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ജൂഡ് ബെല്ലിംഗാം, കരീം ബെൻസിമ, കെവിൻ ഡി ബ്രൂയിനെ, എർലിംഗ് ഹാലൻഡ്, കിലിയൻ എംബാപ്പെ, ലിയോ മെസ്സി, ഒസിംഹൻ, ക്രിസ്ത്യാനോ റൊണാൾഡോ, മുഹമ്മദ് സല, ബെർണാഡോ സിൽവ, വിനി ജൂനിയർ എന്നിവരായിരുന്നു. അവരിൽ നിന്നാണ് ഇപ്പോൾ എർലിംഗ് ഹാലൻഡിനെ മികച്ച താരമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒടുവിൽ അർഹിച്ചൊരു അവാർഡ് എർലിംഗ് ഹാലൻഡിന്റെ കരങ്ങളിലേക്ക്. അതേ, ലോകത്തെ ഏറ്റവും മികച്ച താരമായിട്ട് അദ്ദേഹത്തെ ഗ്ലോബ് സോക്കർ അവാർഡിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദുബായ് ഗ്ലോബ് സോക്കർ അവാർഡ് ബെസ്റ്റ് പ്ലെയർ എർലിംഗ് ഹാലൻഡ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവരാം.